ജിപ്സി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്കല എന്ന് പറയുന്നത് ഒരു ബീച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലാണ് പലരും ഓർമ്മിക്കുന്നത്. എന്നാൽ പുരാണ പ്രസിദ്ധമായ മറ്റൊരു സ്ഥലം കൂടി വർക്കല പാപനാശിനി ബീച്ചിനടുത്തുണ്ട്. അതെ, കൊല്ലത്തെ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ജിപ്സി ഡയറീസിൻ്റെ ഇന്നത്തെ യാത്ര. ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായി താഴെ കൊളുത്തൂപ്പടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും നമുക്ക് കാണാം. ക്ഷേത്ര പടികൾ ചവിട്ടുന്നതിന് തൊട്ട് മുന്നായി ഒരിക്കലും വറ്റാത്ത ഉറവയുള്ള ക്ഷേത്ര കിണറുണ്ട്. ദക്ഷിണ കാശി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ ഇവിടുത്തെ ദേശവാസികൾക്ക് ഒരുപാട് കഥകളുണ്ട്. 2000 വർഷത്തേക്ക് മേലായി ഇത് കിട്ടിയിട്ട്. ഒരു കൈ ഒടിഞ്ഞതാണ്. അത് സ്വർണം കെട്ടിയിരിക്കും. സ്വർണം വെച്ച് കെട്ടി അകത്തുള്ള അത് ഇത് പ്രതീക്ഷിച്ചത് ആരാണെന്ന് വെച്ചാൽ ആർക്കും അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്ന് പ്രതീക്ഷിച്ചത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവാണ് ഇതിനെ പ്രതീക്ഷിച്ചത്. എല്ലാം ഒരുക്കി വെച്ചേക്കായിരുന്നു. എല്ലാ ആൾക്കാരും ഇത് കൊണ്ടുവന്ന് ശിലയൊക്കെ കൊണ്ടുവച്ച് അത് കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പോഴത്തേക്ക് ഇവരെല്ലാം ഉറങ്ങിപ്പോയി. അപ്പം ബ്രഹ്മാവ് വന്ന് പ്രതീക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. അത് ഈ ഇപ്പോഴത്തെ ഈ ഇതില് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഈ ഗോപുരത്തില് ആ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശിവൻ്റെത്, പിന്നെ മഹാവിഷ്ണുവിന്റെ, പിന്നെ ബ്രഹ്മാവിന്റെ 3 രൂപ ഇതിലിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളിലൊന്ന് ഇങ്ങനെയാണ്. ഒരു ദിവസം നാരദ മഹർഷി ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് മുകളിലൂടെ മഹാവിഷ്ണുവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ 9 പ്രജാപതിമാർ ഇത് കണ്ടു. പക്ഷേ അവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ ബ്രഹ്മാവ് അവരെ തിരുത്തുകയും പാപപരിഹാരത്തിനായി തപസ് അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ നാരദൻ തൻ്റെ വൽക്കലം അഥവാ മരവുരി വലിച്ചെറിഞ്ഞ് അവർക്ക് തപസ് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അങ്ങനെ നാരദൻ്റെ വൽക്കലം വന്നു വീണ സ്ഥലം വൽക്കല എന്നും പിന്നീട് അത് വർക്കല എന്നും അറിയപ്പെട്ടതായാണ് കഥ. നേരെ ഇവിടുന്ന് അമ്മ ആലിറക്കാന്ന് വെച്ചാൽ ചിലക്കൂരെന്ന് പറയും. അവിടെ നിന്നാണ് കിട്ടുന്നത് ഇതിന്. അപ്പോൾ അവിടെ നേരത്തെ വഴിയമ്പലം ഉണ്ടായിരുന്നു. വഴിയമ്പലം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്. കൊണ്ടുവച്ചിട്ടാണ് അവിടെയാണ് ഇപ്പം വൈകുന്നേരത്തെ ഒന്ന് ഇവിടുത്തെ 10ൻ്റെ അന്ന് ഉത്സവത്തിന് 10ൻ്റെ അന്ന് ഇവിടെ അവിടെയാണ് ആറാടാൻ പോണത്. ആറാടി അവിടെയാണ് പൂജകളെല്ലാം. വൈകുന്നേരത്ത് ആറാടിയതിനു ശേഷം 6:30-7 മണിയാകുമ്പോൾ തിരിച്ചു വരും. തിരിച്ചു വന്ന് ആ ഏരിയകളെല്ലാം പറയെല്ലാം എടുത്ത് 10 മണിക്ക് ഇനി കിട്ടും. പിന്നെ ഇവിടെ ഉണ്ട്, പൂജയുണ്ട്. പിന്നെ ഉച്ചശിവേലി, കലശം, മറ്റുള്ള എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ 9-ൻ്റെ അന്ന് പള്ളിവേട്ടയുണ്ട്. ഈ പൂവക്കൊല എറിയുന്നുണ്ട്. അത് അവിടെ പോയി എടുക്കണം. അതങ്ങ് വെട്ടൂർ പോവും. കടപ്പുറത്ത് കൊണ്ട് കുഴിച്ചു നിർത്തിയായി ആന പോയി എടുത്തുകൊണ്ട് വരും 9-ൻ്റെ അന്ന്. ചേട്ടൻ്റെ പേരെന്താ? പേര് എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഓക്കെ. ഇവിടുത്തെ മറ്റൊരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ബ്രഹ്മാവ് ഒരു വലിയ യാഗം നടത്തുവാൻ തീരുമാനിച്ചു. അതിനായി വർക്കല തിരഞ്ഞെടുത്തു. കടലിൻ്റെ മനോഹാരിതയും കടപ്പുറവും അദ്ദേഹത്തെ ഒരുപാട് ആകർഷിച്ചു. എന്നാൽ യാഗം തുടങ്ങിയ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം മറന്നുപോയി. ഇത് മനസ്സിലാക്കിയ മഹാവിഷ്ണു ഒരു വൃദ്ധൻ്റെ വേഷം പ്രാപിച്ച് യാഗശാലയിലെത്തി ഭിക്ഷ ചോദിച്ച് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. എന്നാൽ എത്ര കഴിച്ചിട്ടും വൃദ്ധന് മതിയായില്ല. ഇത് കണ്ട ബ്രഹ്മാവ് വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കണമെന്നും അല്ലെങ്കിൽ ലോകാവസാനം നടക്കുമെന്നും ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ബ്രഹ്മാവിനോട് സൃഷ്ടികർമ്മം തുടരാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആ സ്ഥലത്ത് ദേവന്മാർ ഭഗവാനായി പണിത ക്ഷേത്രമാണ് ഇന്നത്തെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ദക്ഷിണകാശി എന്ന് പറഞ്ഞാൽ ഈ ഋതുക്കളെല്ലാം ഇവിടെ ആവാഹിച്ച് ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ഋതുക്കളെ ഇരുത്തുന്ന ഇവിടെയാണ്. ഋതുദേവനാണ്. പിന്നെ അത് കഴിഞ്ഞ് തിരുവല്ല
പരശുരാമ ക്ഷേത്രം ആ ആ അവിടെയുണ്ട്. ആ അവിടെ ഈ 41 എല്ലാ ചടങ്ങും തീർക്കും. ആ ഇവിടെ അത് ചെയ്യത്തില്ല. ആ ഇവിടെ 1 വർഷം കഴിഞ്ഞ് തിരുവോണം നടത്തും. ആ ആ പിന്നെ ഉത്സവത്തിന് ചാർത്തില്ല, അങ്കിയാണ് ചാർത്തുന്നത്. അങ്കി, മേലങ്കി, സ്വർണ്ണ തങ്കം, തങ്കങ്കി മൊത്തം. അപ്പോഴും നമ്മൾ കണ്ട വിചാരിക്കും പിന്നെ തിരുപ്പതി അതുപോലെ തിരുപ്പതി കണം. ഇവിടുത്തെ ഐതിഹ്യത്തോട് ചേർന്ന വിധമാണ് ജനാർദ്ദന സ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ കയ്യിൽ ശംഖ്, ചക്രം, ഗദ ഇവയ്ക്കൊക്കെ പകരം ഭക്ഷണപാത്രം കാണപ്പെടുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും ഭഗവാൻ അത് മുകളിലേക്ക് ഉയർത്തുകയാണെന്നും അത് ഭഗവാന്റെ വായിലെത്തുമ്പോൾ ലോകം അവസാനിക്കുമെന്നുമാണ് വിശ്വാസം.